CPM 8 വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയ ഒരു ഇസ്ലാമിക് ബാങ്ക് പൊളിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഹല ഫൈദ എന്ന് പറഞ്ഞ ഒരു ബാങ്കാണ്. പലിശരഹിത വായ്പ നൽകാമെന്നുള്ളതായിരുന്നു അവരുടെ വാഗ്ദാനം. പക്ഷേ അത്തരത്തിൽ യാതൊരു വാഗ്ദാനങ്ങളും പാലിക്കപ്പെട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ നിക്ഷേപകർ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. കുറേയധികം പണം എവിടെ പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ടുള്ളൊരു ചോദ്യം. നമുക്കറിയാം, കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള വിഷയം സഹകരണ മേഖലയെ തന്നെ പിടിച്ചുകുലുക്കിയൊരു സംഭവമായിരുന്നു. അപ്പോൾ എന്താണ് ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടുണ്ടാകുന്നത്? അതായത് മാർക്സിസ്റ്റ് പാർട്ടി എത്രമാത്രം അധപ്പതിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ബാങ്ക്. മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പുകളെ ലക്ഷ്യമാക്കിക്കൊണ്ട്, മുസ്ലിം മതത്തിൽപ്പെട്ട വിശ്വാസികളെ ലക്ഷ്യമാക്കിക്കൊണ്ട്, മുസ്ലിം മതത്തിൽപ്പെട്ട വിശ്വാസികളുടെ വോട്ട് ലക്ഷ്യമാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടിയുള്ള ആ മതത്തിൽപ്പെട്ട ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ബാങ്കായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടി. ഇതിൽ പങ്കെടുത്തിട്ടുള്ളത് പിണറായി വിജയനും പി ജയരാജനും അടക്കമുള്ള പ്രമുഖ നേതാക്കന്മാർ ആണെന്നുള്ളതിൻ്റെ ചിത്രങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ ചിത്രങ്ങളാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. അപ്പം അത്രയും മാർക്സിസ്റ്റ് പാർട്ടി മുസ്ലിം വോട്ട് ലക്ഷ്യമാക്കി തുടങ്ങിയ ഈ ബാങ്ക് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പലിശ വാങ്ങില്ല എന്നുള്ളതാണ്. അതായത് മുസ്ലിങ്ങൾക്ക് പലിശ വാങ്ങുന്നതും മദ്യം കഴിക്കുന്നതും എല്ലാം ഹറാമാണ്. നായ്ക്കളെ വളർത്തുന്ന അടക്കം ഹറാമാണ്. അപ്പം ഇവിടെ ഹറാമായിട്ടുള്ള ഒരു കാര്യമാണ് മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ ഈ ബാങ്കിലൂടെ തുടങ്ങി വെച്ചത്. അതായത് പലിശയില്ല, നിങ്ങൾക്ക് ഈടിറ്റ വായ്പ വളരെ ലളിതമായി കിട്ടും, മുസ്ലിങ്ങൾക്ക് എത്രയും വേഗം എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയെങ്കിലും പിന്നീട് പലിശ ഈടാക്കുന്ന രൂപമാണ് പിന്നെ കണ്ടിട്ടുള്ളത്. പലിശ ഈടാക്കി പറഞ്ഞതെല്ലാം ലംഘിച്ചു. പിന്നെ അത് വായ്പ കൊടുത്തവർ തിരിച്ചടയ്ക്കാതെയായി. അതേപോലെ പലരും ഡെപ്പോസിറ്റ് ചെയ്ത് തിരിച്ചടയ്ക്കാതെ കൊടുക്കാതെയായി. അങ്ങനെ ഈ ബാങ്ക് തട്ടിപ്പിൻ്റെ ഒരു കേന്ദ്രമായി എന്നുള്ളതാണ് സത്യം. മാർക്സിസ്റ്റ് പാർട്ടി എല്ലാ ബാങ്കുകളെയും കാണിക്കുന്ന പോലെ കരുവന്നൂർ ബാങ്കിലടക്കം നടത്തിയിട്ടുള്ള ഞെട്ടിക്കുന്ന തട്ടിപ്പുകൾ നമുക്കറിയാം. അതിൽ എൻഫോഴ്സ്മെൻറ്റ് റെയ്ഡ് വന്നത് അറിയാം. എൻഫോഴ്സ്മെൻറ്റ് റെയ്ഡിൽ പ്രമുഖരായ മാർക്സിസ്റ്റ് നേതാക്കന്മാർ ഉൾപ്പെട്ടതറിയാം. പിണറായി വിജയൻ അടക്കം വിദേശത്ത് ഈ ബാങ്കിൽ നിന്ന് പണം പോയതിൻ്റെ കൃത്യമായി തെളിവ് എൻഫോഴ്സ്മെൻറ്റ് കിട്ടിയിരുന്നു. AC മൊയ്തീൻ എന്ന് പറയുന്ന മന്ത്രി അവിടെ നടത്തിയുള്ള തട്ടിപ്പിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ നമ്മൾ പുറത്തു വന്നത് അദ്ദേഹത്തിൻ്റെ വീട് റെയ്ഡ് ചെയ്തപ്പോഴാണ്. അദ്ദേഹത്തിൻ്റെ ബാങ്കിലുള്ള ഡിപ്പോസിറ്റ് അടക്കം പിടിച്ചെടുത്തിരുന്നു എൻഫോഴ്സ്മെൻറ്റ്. മാത്രമല്ല ഈ ഹണി റോസ് എന്ന് പറയുന്ന ജഡ്ജിയുടെ പിതാവ് വർഗീസ് ആയിരുന്നു, ജില്ലാ സെക്രട്ടറി വർഗീസ് അടക്കം ഈ കേസിലെ പ്രതിയായിരുന്നു. അങ്ങനെ എല്ലാ വിധത്തിലും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ കരുവന്നൂർ ബാങ്കിൻ്റെ മോഡലിൽ തന്നെയാണ് ഇവിടെ ഈ ബാങ്കും ആരംഭിച്ചിട്ടുള്ളത്. അത് കണ്ണൂരിൽ മാത്രമല്ല കോഴിക്കോടും വയനാട്ടിലും അടക്കം വ്യാപിപ്പിച്ച് മുസ്ലിം കേന്ദ്രങ്ങളെയെല്ലാം അട്രാക്റ്റ് ചെയ്യുക, മുസ്ലിം ലീഗിൻ്റെ കുത്തക തകർക്കുക, അങ്ങനെ മുസ്ലിംങ്ങളുടെ വിശ്വാസം, അതായത് പലിശയില്ലാത്ത ബാങ്ക് എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊടുത്ത് ബിസിനസ്സിൽ ലാഭത്തിൻ്റെ ഒരു പങ്ക്, ആ പണം മുടക്കി അതൊരു ബിസിനസ്സിന് ഉപയോഗിക്കുമ്പോൾ ആ ലാഭത്തിലൊരു പങ്ക് എന്നുള്ള രൂപത്തിലാണ് ഇവർ ഒരു മോട്ടോ കൊടുത്തുകൊണ്ട് പണം കൊടുത്തത്, വായ്പ കൊടുത്തിരുന്നത്. അതേപോലെ ഇതിൽ പണം നിക്ഷേപം വാങ്ങിയിരിക്കുന്നതും അതുപോലെയാണ്. പലിശ എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടല്ല, ഇതിൽ ആ പണം എടുത്ത് നിക്ഷേപം വരുമ്പോൾ അതിൻ്റെ ലാഭവിഹിതമാണ് എന്നുള്ള കോൺസെപ്റ്റിലാണ് ഈ ബാങ്ക് പ്രവർത്തിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ബാങ്കിൽ ആദ്യഘട്ടങ്ങളിൽ ശുഷ്കാന്തിയോടെയൊക്കെ പ്രവർത്തിച്ച് പിന്നെ ധാരാളം കോടിക്കണക്കിന് രൂപ വരുമാനം വന്നു. പിന്നീട് തട്ടിപ്പിനുള്ളൊരു വേദിയായി മാറി എന്നുള്ളതാണ് സത്യം. ഇതിൽ പി ജയരാജനും അതേപോലെ പിണറായി വിജയനും എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള വലിയ തട്ടിപ്പാണ് ഇതിൻ്റെ അകത്ത് നടന്നിട്ടുള്ളത് എന്നുള്ള വിവരങ്ങളാണ് അവിടെ നിന്ന് വരുന്നത്. ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളിൽ ചെന്ന് പതിക്കുമ്പോൾ ഇതിലെ പ്രമുഖരായ മാർക്സിസ്റ്റ് നേതാക്കന്മാർക്ക് പങ്കുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്ന വിവരം. എന്തായാലും ഇതിനെക്കുറിച്ചിട്ട് വളരെ വിശദമായ ഒരു അന്വേഷണം ആവശ്യമാണ്. കേരള പോലീസിന് തന്നെ അന്വേഷിക്കാവുന്നതാണ്. അതിനുള്ള കൃത്യമായ പരാതിയും കാര്യങ്ങളും വന്നാൽ കേരള വിജിലൻസിന് അന്വേഷിക്കുകയും അത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എൻഫോഴ്സ്മെൻറ്റിനടക്കം ഇതിനകത്ത് ഇടപെടാൻ പറ്റും. കാരണം പല കള്ളപ്പണ നിക്ഷേപകരെയും ഇവിടെ കള്ളപ്പണം നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ളതും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖരായ നേതാക്കന്മാരുടെ കള്ളപ്പണ നിക്ഷേപം ഈ ബാങ്കിലുണ്ടെന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ പ്രമുഖ DYFI നേതാവാണ് ഇതിന് നേതൃത്വമൊക്കെ നൽകിയത്. ഇപ്പോൾ പി ജയരാജൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ മുൻപന്തിയിൽ നിന്നത് അയാളാണ്. റിജുൽ മാക്കുറ്റി ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഈ നേതാവിന് 2 കോടി രൂപയുടെ വീടടക്കം കണ്ണൂർ എടുക്കാനായിട്ട് സാധിച്ചത്? എവിടെ നിന്നാണ് ഈ പണം കണ്ടെത്തിയത്? അപ്പോൾ ഇത്തരത്തിൽ ഈ ബാങ്കിൽ വന്ന പണം ഇതിനായിട്ട് ഉപയോഗിച്ചോ?
എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അപ്പം സംശയം ഈ അന്വേഷണം ഇതിലേക്കൊക്കെ നീളേണ്ടതാണ്. അല്ല, സ്വാഭാവികമായിട്ടും എൻഫോഴ്സ്മെൻറ്റ് റെയ്ഡൊക്കെ വന്നു കഴിഞ്ഞാൽ പല നേതാക്കന്മാരും വീട് ജപ്തി ചെയ്യുന്നൊരു അവസരത്തിലേക്ക് പോകും. ഈവൻ പിണറായി വിജയന് പോലും ഇതിലുള്ള പങ്കാളിത്തത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് പുറത്ത്, അദ്ദേഹമാണ് ഉദ്ഘാടനത്തിനൊക്കെ ഉണ്ടായിരുന്നത്, അതിൻ്റെ ചിത്രങ്ങളല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ കള്ളപ്പണ നിക്ഷേപത്തിൻ്റെ കാര്യങ്ങളും അതേപോലെ സ്വർണം തട്ടിക്കലുമായുള്ള ബന്ധപ്പെട്ട വിവരങ്ങളും അതേപോലെ അതിൻ്റെ കള്ളപ്പണ നിക്ഷേപങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പലരുടെയും ഇവിടെ പേരുകൾ പുറത്തു വരാത്ത പേരുകളടക്കം പുറത്തു വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കണ്ണൂർ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ സ്വർണം തട്ടിപ്പിക്കലും അല്ലെ സ്വർണ്ണ കച്ചവടവും ഒക്കെ സ്വർണ്ണക്കള്ളക്കടത്തും ഒക്കെ നടത്തിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പ്രമുഖ മാർക്സിസ്റ്റ് നേതാക്കന്മാർക്ക് പങ്കുണ്ട്. അർജുൻ ആയങ്കരി പോലുള്ള ക്രിമിനലുകളാണ് ഇതിനൊക്കെ ഗുണ്ടാ മാഫിയ പ്രവർത്തന നേതൃത്വം കൊടുത്തിരുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ അടുത്ത കാലത്ത് പുറത്തു വന്നിട്ടുള്ളതാണ്. ഈ അടുത്ത കാലത്ത് അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്തതോട് കൂടിയിട്ട് ഇനിയും വരാൻ പോകുന്ന ഞെട്ടിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ നിന്ന് കിട്ടുമെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പം ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ കള്ളപ്പണ നിക്ഷേപം ഈ ബാങ്കിലുണ്ടായിരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും നമ്മൾ ചിന്തിക്കാത്ത തരത്തിലേക്ക് ഈ ബാങ്കിൻ്റെ തട്ടിപ്പ് പോകാനാണ് സാധ്യത എന്നുള്ളതാണ് എനിക്ക് ഉള്ള വിവരം.